ഹായ് ലേണേഴ്സ്, എല്ലാവർക്കും ഹിസ്റ്റോറിയയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കേരള റിനൈസൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ശ്രീനാരായണ ഗുരു, അതുപോലെ ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയവരെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും റെഡിയല്ലേ? 1809 മാർച്ച് 12 വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. ജന്മസ്ഥലം സ്വാമിത്തോപ്പ്. എവിടെയാണ്? കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് 1809 മാർച്ച് 12 വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. പിതാവിന്റെ പേരാണ് പൊന്നു നാടാർ, മാതാവ് വെയിലാളമ്മ. എന്താണ്? പിതാവിന്റെ പേര് പൊന്നു നാടാർ, അതുപോലെ മാതാവ് വെയിലാളമ്മ. ജനിച്ചത് 1809 മാർച്ച് 12 കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പിലാണ്. ബാല്യകാല നാമം മുടിചൂടും പെരുമാൾ എന്നാണ്. വൈകുണ്ഠ സ്വാമികളുടെ ആദ്യകാല നാമം അല്ലെങ്കിൽ ബാല്യകാലത്ത് അറിയപ്പെട്ടിരുന്ന നാമം മുടിചൂടും പെരുമാൾ എന്ന പേരിലാണ്. പിന്നീട് മരണം 1851 ജൂൺ 3 വൈകുണ്ഠ സ്വാമികൾ മരിച്ചത്. ജനനം 1809 മരണം 1851 ജൂൺ 3 അതുപോലെ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളായിട്ടാണ് വൈകുണ്ഠ സ്വാമികൾ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ള പ്രശസ്തമായ കൃതിയാണ് തിരുക്കുറൽ എന്ന് പറയുന്നത്. പൂവന്തർ തോപ്പിൽ വെച്ചാണ് യുഗ തപസ് ആരംഭിച്ചത്. ഇദ്ദേഹം യുഗ തപസ് ആരംഭിച്ച സ്ഥലമാണ് പൂവന്തർ തോപ്പ് എന്ന് പറയുന്നത്. വർഷം 1833. അപ്പൊ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. വൈകുണ്ഠ സ്വാമികളെ സ്വാധീനിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാൽ തിരുക്കുറൽ എന്ന് പറയുന്ന തിരുവള്ളുവരുടെ കൃതിയാണ്. പൂവന്തർ തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം യുഗ തപസ് ആരംഭിച്ചത്. വർഷം 1833. ഇതിനുശേഷമാണ് മുടിചൂടും പെരുമാൾ എന്ന നാമം മാറ്റി വൈകുണ്ഠ സ്വാമികൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പൊ യുഗ തപസ് ആരംഭിച്ചതിന് ശേഷമാണ് എന്ത് പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്? വൈകുണ്ഠ സ്വാമികൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് തിരുച്ചെന്തൂർ എന്ന് പറയുന്നത്. ഇപ്പൊ ബുദ്ധനൊക്കെ ജ്ഞാനോദയം ലഭിച്ച സ്ഥലം അറിയില്ലേ, ബോധ്ഗയ എന്ന് പറയുന്നത്. അതുപോലെ വൈകുണ്ഠ സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് തിരുച്ചെന്തൂർ എന്ന് പറയുന്നത്. അതുപോലെ ഇദ്ദേഹം രൂപീകരിച്ച ഒരു കൂട്ടായ്മയാണ് തൂവയിൽ പന്തി, അതുപോലെ സമബന്തി ഭോജനം. അതായത് എല്ലാവരെയും, എല്ലാ ജാതിയിൽപ്പെടുന്ന ആൾക്കാർക്കും ഒരേപോലെ ഭക്ഷണം നൽകുന്ന ഒരു സമ്പ്രദായത്തെയാണ് സമബന്തി ഭോജനം എന്ന് പറയുന്നത്. അത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ വ്യക്തിയാണ് വൈകുണ്ഠ സ്വാമികൾ. ദക്ഷിണ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവും വൈകുണ്ഠ സ്വാമികളാണ്. അടുത്തതായിട്ട് വൈകുണ്ഠ സ്വാമികൾ നടപ്പിലാക്കിയിട്ടുള്ള ചില സാമൂഹിക പരിഷ്കാരങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് ഊയ്യാവേല എന്ന് പറയുന്ന ഒരു അടിമപ്പണി നിർത്തലാക്കിയത് വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ സ്വാമിത്തോപ്പിൽ മുന്തിരി കിണർ സ്ഥാപിച്ചു. എല്ലാ ആളുകൾക്കും വെള്ളം കോരുന്നതിന് വേണ്ടി അവസരം ഒരുക്കുന്ന ഒരു കിണറാണ് ഈ മുന്തിരി കിണർ എന്ന് പറയുന്ന. ആ മുന്തിരി കിണർ സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ക്ഷേത്ര പ്രവേശനത്തിനെതിരെ ശബ്ദമുയർത്തി. അന്നത്തെ കാലത്ത് ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ ക്ഷേത്ര പ്രവേശനം അനുവദനീയമായിരുന്നുള്ളൂ. അപ്പൊ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ക്ഷേത്ര പ്രവേശനം എല്ലാവർക്കും സാധ്യമാക്കണം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളാണ് വൈകുണ്ഠ സ്വാമികൾ. കലിയുഗത്തിന് ശേഷം ധർമ്മയുഗം സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു ഇദ്ദേഹം. അതുപോലെ വയോജനങ്ങൾക്ക് വേണ്ടി നിശാ പാഠശാലകൾ, വൈകുന്നേരങ്ങളിൽ പാഠശാലകൾ ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവും വൈകുണ്ഠ സ്വാമികളാണ്. ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയറ് വലിച്ചൂരി ആചാരം ലംഘിച്ചു. അതുപോലെ കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബം ആരാധിക്കാൻ നിർദ്ദേശിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ഇദ്ദേഹം. അതുപോലെ വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം മുഴക്കിയതും വൈകുണ്ഠ സ്വാമികളാണ്. ഒരിക്കൽ കൂടി നോക്കാം. ഊയ്യാവേല എന്ന് പറയുന്ന അടിമപ്പണി നിർത്തലാക്കി. അതുപോലെ സ്വാമിത്തോപ്പിൽ മുന്തിരി കിണർ സ്ഥാപിച്ചു. ക്ഷേത്ര പ്രവേശനത്തിനെതിരെ ശബ്ദമുയർത്തി. കലിയുഗത്തിന് ശേഷം ധർമ്മയുഗം സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു. വയോജനങ്ങൾക്ക് വേണ്ടി നിശാ പാഠശാലകൾ ആരംഭിച്ചു. പിന്നെ ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയർ വലിച്ചൂരി ആചാരം ലംഘിച്ചു. കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബം ആരാധിക്കാൻ നിർദ്ദേശിച്ച സാമൂഹിക പരിഷ്കർത്താവ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ്. ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിഷ്കാരങ്ങളാണ്.
അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് വൈകുണ്ഠ സ്വാമികൾ അറിയപ്പെട്ടിരുന്ന പേരുകളാണ്. ആദ്യത്തേത് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടു. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. സ്വാമി തോപ്പ്, അതുപോലെ സമബന്ധി ഭോജനം, സമ്പൂർണ്ണ ദേവൻ, ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ശിവനാരായണൻ, നാരായണ പണ്ടാരം എന്നീ പേരുകളിലും ആരറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു? വൈകുണ്ഠ സ്വാമികൾ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുടിചൂടും പെരുമാൾ എന്നാണ് ബാല്യകാല നാമം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ആ ഒരു പേര് പിന്നീട് ഉയർന്ന ജാതിക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മുത്തുക്കുട്ടി എന്നാക്കിയതും വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ്. എന്തൊക്കെയാണ് അപ്പോൾ? സമ്പൂർണ്ണദേവൻ, ശിവനാരായണ പണ്ടാരം, ശിവനാരായണൻ, അതുപോലെ മുടിചൂടും പെരുമാൾ, മുത്തുക്കുട്ടി എന്നീ പേരുകളൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട നാമങ്ങളാണ്. എന്താണ് സമത്വ സമാജം എന്ന് നോക്കാം. വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് സമത്വ സമാജം എന്ന് പറയുന്നത്. സ്ഥാപിതമായ വർഷം 1836. അപ്പോൾ 1836 വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനുഷ്യനെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കാനായിട്ട് രൂപീകരിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം. അത് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കാനായി രൂപീകരിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം എന്ന് പറയുന്നത്. കേരളത്തിലെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം എന്ന് പറയുന്നത്. കേരളത്തിലെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം. ഇത് സ്ഥാപിച്ച സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശുചീന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമേകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം വൈകുണ്ഠ സ്വാമികളാണ്. ചാന്നാർ ലഹള നമുക്കറിയാം, മേൽമുണ്ട് ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ചാന്നാർ അല്ലെങ്കിൽ നാടാർ സ്ത്രീകൾ നടത്തിയിട്ടുള്ള സമരത്തെയാണ് ചാന്നാർ ലഹള എന്ന് പറയുന്നത്. ആ ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമേകിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയതും ഇദ്ദേഹം തന്നെയാണ്. ഇനി അയ്യാവഴി എന്ന് പറയുന്ന വിശ്വാസ സമ്പ്രദായത്തിന് നേതൃത്വം നൽകി ഇദ്ദേഹം. ഇത് പിതാവിന്റെ വഴി എന്നും അറിയപ്പെടുന്നു. അയ്യാവഴിയുടെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമര. അതുപോലെ അയ്യാവഴിയുടെ പുണ്യസ്ഥലം എന്നറിയപ്പെടുന്നത് ദച്ചനമാണ്. അയ്യാവഴിയുടെ ആരാധനാലയങ്ങളാണ് നിഴൽ താങ്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അയ്യാവഴിയുടെ ആരാധനാലയങ്ങളാണ് അയ്യാ വൈകുണ്ഠ അവതാരം, അതുപോലെ കൊടിയേറ്റ് തിരുനാൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇനി അയ്യാവഴിയുടെ ബൈബിളാണ് അഖില തിരുട്ട് അമ്മനെ എന്ന് പറയുന്നത്. അപ്പോൾ അയ്യാവഴി എന്ന് പറയുന്ന വിശ്വാസ സമ്പ്രദായം ആരുമായി ബന്ധപ്പെട്ടതാണ്? വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. ഇതിന്റെ അർത്ഥം പിതാവിന്റെ വഴി എന്നാണ് അയ്യാവഴി എന്ന് പറയുന്ന പദത്തിനർത്ഥം. അതിന്റെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമരയാണ്. ഇവരുടെ ഒരു പുണ്യസ്ഥലമായിട്ട് കണക്കാക്കുന്നത് ദച്ചനമാണ്. അയ്യാവഴിയുടെ ആരാധനാലയങ്ങളാണ് നിഴൽ താങ്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൽ വരുന്നതാണ് അയ്യ അവതാരം, അതുപോലെ കൊടിയേറ്റ് തിരുനാൾ എന്ന് പറയുന്ന ഉത്സവങ്ങളൊക്കെ. ഇനി അയ്യാവഴിയുടെ ബൈബിളായിട്ട് കരുതപ്പെടുന്നത് ഇദ്ദേഹം തന്നെ രചിച്ചിട്ടുള്ള അഖില തിരുട്ട് അമ്മാനെ എന്ന് പറയുന്ന പുസ്തകമാണ്. ഇങ്ങനെ 5 തരത്തിലുള്ള പതികളുണ്ട്. സ്വാമി തോപ്പുപതി, അമ്പലപ്പതി, താമരക്കുളംപതി, മുട്ടപ്പതി, പൂപ്പതി. അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള 5 പതികൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങളാണ് സ്വാമി തോപ്പുപതി, അമ്പലപ്പതി, താമരക്കുളംപതി, മുട്ടപ്പതി, അതുപോലെ പൂപ്പതി എന്ന് പറയുന്ന 5 പതികൾ. വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട വൈകുണ്ഠ മല സ്ഥിതി ചെയ്യുന്നത് അത്തളൈ വിളയിലാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് തൈക്കാട് അയ്യ എന്ന് പറയുന്നത്. ഇദ്ദേഹവും ഒരു സാമൂഹിക പരിഷ്കർത്താവ് തന്നെയാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കാം. അപ്പൊ വൈകുണ്ഠ മല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത്തളൈ വിള എന്ന് പറയുന്ന സ്ഥലത്താണ്. വൈകുണ്ഠ സ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് തൈക്കാട് അയ്യ. അതുപോലെ ഇദ്ദേഹത്തിന്റെ ശിഷ്യഗണം അറിയപ്പെടുന്നത് സീഡർ എന്ന പേരിലാണ്. പഞ്ചപാണ്ഡവന്മാരുമായി ബന്ധപ്പെട്ട 5 സീഡർമാർ അല്ലെങ്കിൽ ശിഷ്യഗണമുണ്ട്. ധർമ്മ സീഡർ, ഭീമ സീഡർ, അർജുന, നകുല സീഡർ, അതുപോലെ സഹദേവ സീഡർ എന്നറിയപ്പെടുന്ന 5 ശിഷ്യഗണം. ഇനി വൈകുണ്ഠ സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണ് അഖില തിരുട്ട് അമ്മാനെ, അതുപോലെ അരുൾനൂൽ എന്ന് പറയുന്നത്. ഇതിൽ അഖില തിരുട്ട് അമ്മാനെ എന്ന് പറയുന്നത് എന്താണ്? അയ്യാവഴിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് അഖില തിരുട്ട് അമ്മാനെ. അതുപോലെ മറ്റൊരു കൃതിയാണ് അരുൾനൂൽ എന്ന് പറയുന്നത്. സ്വാതി തിരുനാളിന്റെ കാലത്ത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ച സ്ഥലമാണ് സ്വാമി തോപ്പ് എന്ന് പറയുന്നത്. വർഷം ഏതാണ്? 1839 മാർച്ച് 26 ഇദ്ദേഹം
ജയിൽ മോചിതനാവുകയും ചെയ്തു. അപ്പൊ സ്വാതി തിരുനാളിന്റെ കാലത്ത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ജയിലിൽ പാർപ്പിച്ച സ്ഥലം സ്വാമിത്തോപ്പാണ്. അതിനുശേഷം 1839 മാർച്ച് 26 ജയിൽ മോചിതനായി. ആ ജയിൽ മോചിതനായ മാർച്ച് 26 അവധിയായിട്ടുള്ള സ്ഥലമാണ് കന്യാകുമാരി എന്ന് പറയുന്നത്. മാർച്ച് 26 പൊതു അവധിയായ സ്ഥലമാണ് കന്യാകുമാരി. വൈകുണ്ഠ സ്വാമികളുടെ പേരുള്ള സംഘടനയാണ് VSDP എന്ന് പറയുന്നത്. വൈകുണ്ഠ സ്വാമികളുടെ പേരുള്ള സംഘടനയാണ് VSDP. ഇനി നിലവിളി സമരം എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികളുടെ ജന്മദിനം അവധിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് VSDP നടത്തിയ സമരമാണ് നിലവിളി സമരം എന്നറിയപ്പെടുന്നത്. വർഷം 2014 അപ്പൊ നിലവിളി സമരം എന്താണെന്ന് വെച്ചാൽ വൈകുണ്ഠ സ്വാമികളുടെ ജന്മദിനം അവധിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് VSDP നടത്തിയിട്ടുള്ള സമരമാണ് നിലവിളി സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ വൈകുണ്ഠ സ്വാമികൾ തിരുവിതാംകൂറിലെ രാജാവിനെ വിശേഷിപ്പിച്ചിരുന്നത് അനന്തപുരിയിലെ നീചൻ എന്നാണ്. അനന്തപുരിയിലെ നീചൻ എന്ന് വൈകുണ്ഠ സ്വാമികൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? തിരുവിതാംകൂറിലെ രാജാവിനെയാണ്. അതുപോലെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് ഭരണത്തെയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെണ്ണീച ഭരണം എന്നും അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചത് തിരുവിതാംകൂർ രാജാവിനെയുമാണ്. ഇനി തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീച ഭരണം എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ വെണ്ണീച ഭരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തെയും തിരുവിതാംകൂറിലെ രാജാവിന്റെ ഭരണത്തെ കരിനീച ഭരണം എന്നുമാണ് വിശേഷിപ്പിച്ചത്. അയ്യാവഴി എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനാണ് PC അൻപഴകൻ എന്ന് പറയുന്നത്. അയ്യാവഴി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുന്ന സിനിമയാണ് അയ്യാവഴി എന്ന് പറയുന്നത്. ആ സിനിമയുടെ സംവിധായകനാണ് PC അൻപഴകൻ എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമുണ്ട്. അതാണ് ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന മുദ്രാവാക്യം വൈകുണ്ഠ സ്വാമികളുടേതാണ്. എന്താണ്? ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവും വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത്. കേരളത്തിലെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്ന വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്